ومن الناس من يشتري لهو الحديث ليضل عن سبيل الله سبحان الله نعوذ بالله അല്ലാഹുവേ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. എന്താണ് പ്രത്യേകത? വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങിക്കൊണ്ടുവരുന്നവർ അല്ലേ? മടിക്കേരിയിൽ ചെന്ന്, അല്ലെങ്കിൽ ഈ സുന്നിക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന്, അതായത് തൊട്ടപ്പുറത്ത് ടൗണിൽ ചെന്ന് വില കൊടുത്ത് നല്ല LCD വാങ്ങിക്കൊണ്ടുവന്നു, കേബിൾ കണക്ഷൻ എടുത്തു, പണം കൊടുത്ത്, എന്നിട്ട് വീട്ടിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിനൊരിക്കലും ഇഷ്ടമില്ലാത്ത ഉടുതുണിയില്ലാത്ത സ്ത്രീകളുടെ ഡാൻസുകളാണെങ്കിൽ, അല്ലേ, റബ്ബിനൊരിക്കലും ഇഷ്ടമില്ലാത്ത നൃത്തങ്ങളും നാട്യങ്ങളുമാണെങ്കിൽ ആലോചിച്ചോ. വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങിക്കൊണ്ടുവരുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആന അവസാനിച്ചില്ല. ആ കൂട്ടത്തിൽ തന്നെ തഫ്സീറുകൾ എണ്ണി പറഞ്ഞു. മ്യൂസിക്, ഇന്ന് മ്യൂസിക്കിന്റെ ലോകത്താ. ഈ ഒരു സ്റ്റേജിൽ വെച്ച് മ്യൂസിക് ഇല്ലാത്ത അർത്ഥവത്തായ ഒരു പാട്ട് പാടാൻ നമുക്ക് അവകാശമുണ്ട് എങ്കിൽ, ഒരു മ്യൂസിക്കിന്റെ അരങ്ങ് വന്നാലോ അറിയാതെ ചെയറിൽ നിന്ന് എഴുന്നേൽക്കും, അറിയാതെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കും. എന്നിട്ട് താളമേളങ്ങൾ ഉണ്ടാകും, കൂക്കിവിളികൾ ഉണ്ടാകും, ആർപ്പുവിളികൾ ഉണ്ടാകും. അവിടെ പൈശാചികമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന് ബുദ്ധിയുള്ളവർക്കേറെ ആലോചിച്ച് കണ്ടെത്തേണ്ടതിന്റെ ആവശ്യമില്ല. എന്റെ ഉമ്മത്തിൽ നിന്ന്, എന്റെ സമുദായത്തിൽ നിന്ന് ചില ജനവിഭാഗങ്ങൾ ഉണ്ടായിത്തീരും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഇരിക്കുന്നവരെ, ഈ സമയം മുതൽ തുടങ്ങി ഇന്ന് രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്ന സംസാരം കഴിഞ്ഞ് മടങ്ങുമ്പോ എന്റെയും നിങ്ങളുടെയും മൊബൈലുകൾ റിംഗ് ടോണായി സ്വീകരിച്ചത് ഒരു മ്യൂസിക് ആണെങ്കിൽ, എന്തിനാ പ്രസംഗം, എന്തിനാ ക്ലാസ്, എന്തിനാ സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ? ഒരു മരണവാർത്ത പറയാൻ ഒരു സഹോദരനെ വിളിച്ചാൽ കേൾക്കാൻ പറ്റാത്ത വരികളടങ്ങുന്ന പാട്ടുകൾ കേൾക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ. ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ ഒരു മനുഷ്യനെ വിളിക്കേണ്ടി വന്നാൽ ചെവിടടപ്പിച്ച് കളയുന്ന മ്യൂസിക്കുകൾ അരങ്ങ് തകർക്കുന്ന റിംഗ് ടോണുകൾ കേൾക്കേണ്ടി വരുന്ന ദുരവസ്ഥ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ടീം ഉണ്ടായിത്തീരും, ജനവിഭാഗങ്ങൾ ഉണ്ടായിത്തീരും. ആ ജനവിഭാഗങ്ങളുടെ പ്രത്യേകത എന്താണ്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ആ ജനവിഭാഗത്തിന്റെ പ്രത്യേകത, അവർ കള്ള് ഹലാലാണെന്ന് വാദിക്കുന്നവർ. ഇതാ ഇവിടെ കൂടിയവരെ, നിങ്ങളുടെ മകനെ കള്ള് ഷാപ്പിന്റെ മുമ്പിൽ കണ്ടു എന്ന് നിങ്ങളുടെ ഉപ്പയുടെ സുഹൃത്ത് നിങ്ങളുടെ ഉപ്പയോട് പറഞ്ഞാൽ, നാട്ടിലൊരു സഹോദരന്റെ ഉപ്പയോട് പറഞ്ഞാൽ, ഉപ്പ കണ്ടോ, ഞാൻ പോയി നോക്കട്ടെ എന്നല്ല പറയുന്നത്. പിന്നെന്താ ഉപ്പാന്റെ മറുപടി? ഇന്ന് ആരാ കുടിക്കാത്തത് എന്നാണ്. സത്യല്ലേ? നിങ്ങളുടെ മകൻ അവിടെ കണ്ടു എന്ന് ഉപ്പാനോട് പറഞ്ഞ ഉപ്പ ഞാൻ പോയി നോക്കട്ടെ എന്നല്ല പറയുന്നത്. ഉപ്പാന്റെ മറുപടി, ആരാ പോവാത്തത്, ആരാ കുടിക്കാത്തത്, ആരാ കളിക്കാത്തത്, ഇവിടെ ആരാ നല്ലത്, എന്റെ മകനെ കുറ്റം പറയാൻ മാത്രം ആരാ ഇവിടെ നല്ലത് എന്ന് ചോദിക്കുന്ന ഒരു കാലത്തിലേക്ക് മനുഷ്യലോകമേ ഞാനും നിങ്ങളും എത്തിയിട്ടില്ലേ? ഇല്ലേ? ചിന്തിച്ചോ എല്ലാവരും? ആലോചിച്ചോ എല്ലാവരും? അതല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ നിന്ന് തന്നെ ജനവിഭാഗങ്ങൾ ഉണ്ടാകും. എന്ത്? അവർ മദ്യം അനുവദനീയമാണെന്ന് വാദിക്കുന്നവരായി മാറും. കഴിഞ്ഞില്ല, പട്ടുവസ്ത്രം പുരുഷനാവാം എന്ന് വാദിക്കുന്നവരായി മാറും. അവസാനിച്ചില്ല. പിന്നെയോ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞതെന്താ സുഹൃത്തുക്കളെ? വ്യഭിചാരവും അതും ാണെന്ന് പറയുന്നവരായി ഒരു ജനവിഭാഗം വരും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, വാദ്യോപകരണങ്ങൾ അതും അനുവദനീയമാണെന്ന് വാദിക്കുന്ന ജനവിഭാഗങ്ങൾ എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെ ഇരിക്കുന്നവരെ, ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ സമയം അവസാനിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ഈ ചോരത്തിളപ്പുള്ള സമയം പാതിരാത്രി ഇരുട്ടിന്റെ മറവിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ചുറ്റുമിരുന്ന് ഗൂഢാലോചന നടത്താനുള്ളതല്ല.
ഇസ്ലാമിന്റെ എല്ലാ തത്വശാസ്ത്രങ്ങളും സുതാര്യമാണ്, സുതാര്യമാണ്, സുതാര്യമാണ് എന്ന് ആവർത്തിച്ചു പറയുകയാണ്. ഒരിക്കലും അവ്യക്തതയുള്ളതല്ല ഇസ്ലാം. ഇസ്ലാം തെളിഞ്ഞ പാതയാണ്.